5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് IPLൽ തോൽവികളിൽ നിന്നും തോൽവികളിലേക്കാണ് കൂപ്പുകുത്തുന്നത്. സീസണിലെ ഹാട്രിക് പരാജയമാണ് ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ കഴിഞ്ഞ ദിവസം മുംബൈക്ക് നേരിട്ടത്. സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസിനോട് 6 വിക്കറ്റിന് മുംബൈ തകർന്നടിയുകയായിരുന്നു. ആദ്യം ബാറ്റിങ്ങിലും പിന്നീട് ബൗളിങ്ങിലും നിരാശാജനകമായ പ്രകടനമാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ മുംബൈ കാഴ്ചവെച്ചത്. കഴിഞ്ഞ 2 മത്സരങ്ങളെയും അപേക്ഷിച്ച് തികച്ചും ഏകപക്ഷീയമായിട്ടാണ് മുംബൈ ഈ കളിയിൽ കീഴടങ്ങിയത്. ടീമിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു. മുംബൈയെ സംബന്ധിച്ച് വളരെ കടുപ്പമേറിയ രാത്രിയായിരുന്നു ഇതെന്നും ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമല്ല ടീമിന് ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മത്സരശേഷം സംസാരിക്കുകയായിരുന്നു ഹാർദിക്. അതെ, ഇത് വളരെ ദുഷ്കരമായ രാത്രി തന്നെയാണ്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമല്ല മത്സരത്തിൽ ടീമിന് ലഭിച്ചത്. ടീമിന് തകർച്ച നേരിട്ടപ്പോൾ തിരിച്ചടിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. 150-ഓ 160-ഓ റൺസിനടുത്തെങ്കിലും നേടാൻ സാധിക്കുമെന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വിക്കറ്റ് രാജസ്ഥാൻ റോയൽസിനെ കളിയിലേക്ക് തിരികെ വരാൻ അനുവദിക്കുകയായിരുന്നു. ഞാൻ കൂടുതൽ നന്നായി പെർഫോം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നെന്നും ഹാർദിക് വ്യക്തമാക്കി. വാങ്കഡയിലെ പിച്ചിൽ നിന്നും ഇത്രയും വലിയൊരു സഹായം ബൗളർമാർക്ക് ലഭിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബാറ്റിംഗ് നിര തികഞ്ഞ പരാജയമായി മാറിയ മത്സരത്തിൽ മുംബൈയുടെ ടോപ്പ് സ്കോററായത് ഹാർദിക്കായിരുന്നു. ടീം വൻ തകർച്ച നേരിട്ടപ്പോഴും അഗ്രസീവായ ബാറ്റിംഗാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 21 ബോളിൽ 6 ഫോറുകളടക്കം 34 റൺസ് നേടിയാണ് ഹാർദിക് ക്രീസ് വിട്ടത്. 5-ാം വിക്കറ്റിൽ തിലക് വർമ്മയ്ക്കൊപ്പം 56 റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാൻ അദ്ദേഹത്തിനായിരുന്നു. തുടക്കത്തിലേറ്റ തകർച്ചയിൽ നിന്നും ഈ ജോഡി മുംബൈയെ കരകയറ്റവെയാണ് ഹാർദിക്കിനെ യുസ്വേന്ദ്ര ചഹാൽ പുറത്താക്കിയത്. ഇതോടെ മുംബൈ വീണ്ടും തകരുകയായിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.